നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 1-2 മാസം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് നമുക്ക് രണ്ടാൾക്കും ഒരു പണിയുമില്ല എന്നുള്ളത്. നമ്മൾ ആക്ച്വലി ഇപ്പം ആലോചിക്കുമ്പോൾ വലിയൊരു റിസ്ക്കാണ് എടുത്തത്. കല്യാണം കഴിഞ്ഞു, ഉള്ള സേവിങ്സ് ഒക്കെ നമ്മൾ കല്യാണത്തിന് സ്പെൻഡ് ചെയ്തു. ഇപ്പോൾ ഈ മൈഗ്രേറ്റ് ടു ന്യൂ സിറ്റി ആരും അറിയുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത്. നമ്മൾ കൊച്ചി വന്നപ്പം വി ജസ്റ്റ് ന്യൂ വൺ ഫാമിലി മെമ്പർ ഓഫ് ഹേഴ്സ്, അവർ നമ്മുടെ നെയ്ബറായിരുന്നു. അല്ലാണ്ട് ഒരാളെ നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പുതിയൊരു സിറ്റിയിൽ വന്നു, സേവിങ്സ് ഇല്ല, പുതിയ ബിസിനസ് തുടങ്ങി. സത്യം പറഞ്ഞാൽ അപ്പോൾ എന്ത് ആലോചിച്ചിട്ടാണ് ചെയ്തതെന്ന് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടുന്നില്ല. മേ ബി ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് ആയിരിക്കാം. ജീവിതത്തിലും ബിസിനസ്സിലും വിജയകരമായ പാർട്ണർഷിപ്പ് കെട്ടിപ്പടുത്ത 2 ചെറുപ്പക്കാരാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഫെമിസേഫ് എന്ന സ്റ്റാർട്ടപ്പിൻ്റെ കോഫൗണ്ടർമാരായ നൗറീനും നസീഫുമാണ്. നമസ്കാരം. നമസ്കാരം. എവിടെയാണ് ശരിക്കും രണ്ടുപേരുടെ സ്ഥലം, എവിടെയാണ് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഞാൻ ബേസിക്കലി കാലിക്കറ്റാണ്. ബാക്ക്ഗ്രൗണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡിഡ് മൈ ഏർലി ഡേയ്സ് ഓഫ് സ്കൂളിംഗ് കുറച്ച് ബോംബെയിലും കുറച്ച് യുഎയിലാണ്. അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് ചെയ്തു. ലൈക്ക് എവറിബഡി എൽസ് എഞ്ചിനീയറിംഗ് ചെയ്ത് നേരെ ജോബിൽ കയറി. ബിസിനസ് എന്നുള്ളത് പ്ലാനിൽ ഒരിക്കലില്ലായിരുന്നു. സോ എൻ്റെ ഫാമിലിയും എവറിബഡി ഈസ് ഇൻ ടു ജോബ്, ആരും അങ്ങനെ ബിസിനസ് ചെയ്യുന്നില്ല. നസീഫ്? ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ കാഞ്ഞങ്ങാടാണ്, കാസർഗോഡുള്ള ഒരു ചെറിയ ടൗണാണ്. സോ 10th വരെ സ്കൂളിംഗ് ഒക്കെ അവിടെയായിരുന്നു. പിന്നെ +1 +2 ഞാൻ സെയിൻറ്റ് അലോഷ്യസിൽ പഠിച്ചു, മാംഗ്ലൂർ. then again എഞ്ചിനീയറിംഗ് ഇൻ മാംഗ്ലൂർ ഫോർ 4 years. അതിൻ്റെ ഇടയിൽ സൂൺ ആഫ്റ്റർ എഞ്ചിനീയറിംഗ് ഒരു ഓൺടർപ്രണർഷിപ്പ് ബഗ് അടിച്ചിട്ട് ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ചെറിയൊരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തു. ഒരു ഓട്ടോമാറ്റിക് ബൈക്ക് വാഷിൻ്റെ ഓൾ കേരള ഫ്രാഞ്ചൈസി, ഓൾ കേരള പ്ലസ് മാംഗ്ലൂർ ഫ്രാഞ്ചൈസി ആയിരുന്നു. അത് തുടങ്ങിയ സമയത്ത് തന്നെയായിരുന്നു എന്നെ തൊട്ട് മുമ്പായിരുന്നു ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടിയത്. അപ്പോൾ ഞാൻ ആദ്യം പോകണ്ടെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ ഫാമിലി പ്രഷറൊക്കെ കാരണം ലാസ്റ്റ് ഐ തോട്ട് കുറച്ച് പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു, ഞാൻ പോയില്ല, അവർ നോക്കുന്നുള്ളൊരു ഹോപ്പിൽ ഞാൻ പോയി. ആസ് എക്സ്പെക്റ്റഡ് ബിസിനസ് പൊട്ടിപ്പോയി. പക്ഷേ കുറച്ച് പൈസ പോയെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. വാട്ട് ടു ഡൂവിനേക്കാളും കുറേ വാട്ട് നോട്ട് ടു ഡൂസ് പഠിച്ചു ആ ഒരു ബിസിനസ് ഫെയിൽ ആയതുകൊണ്ട്. അത് ഒരുപാട് ഫെമിസേഫ് ആ ജേർണിയിൽ ഒരുപാട് ഉപകാരപ്പെട്ടു. അങ്ങനെ അവിടെ പോയി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ജോബ് ഓൾമോസ്റ്റ് 2-2.25 കൊല്ലം ചെയ്തു ഞാൻ. പിന്നെ അഗെയിൻ പഴയ എൻ്റർപ്രണർ ബഗ് തിരിച്ചു വന്നു. എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ടപ്പിലെങ്കിലൊക്കെ ഓൺ വെഞ്ചർ ചെയ്യണം എന്നുള്ളൊരു മൈൻഡിൽ ഞാൻ അവിടെ നിന്ന് റാപ്പപ്പ് ചെയ്തു. തിരിച്ച് നാട്ടിലേക്ക് വന്നു, കാലിക്കറ്റ് വന്നു. കുറച്ച് നാൾ കാലിക്കറ്റായിരുന്നു ഒരു ബ്രാൻഡിങ് ആൻഡ് മാർക്കറ്റിംഗ് ഫേമിൻ്റെ പാർട്ട്ണറായിരുന്നു. ആ സമയത്താണ് യാദൃച്ഛികമായിട്ട് ഒരു ഇവൻറ്റിൽ എൻ്റെ ജൂനിയറായിരുന്നു നൗറീനെ കണ്ടുമുട്ടുന്നത്. അവിടെ നിങ്ങൾക്കൊരു മാംഗ്ലൂർ കണക്ഷൻ ഉണ്ടല്ലോ? മാംഗ്ലൂർ കണക്ഷൻ നമുക്ക് അറിയായിരുന്നു. ഷി വാസ് മൈ ജൂനിയർ, ജസ്റ്റ് അത്ര അറിയാം. ഷീനു ഐ വാസ് എ സീനിയർ. അപ്പോൾ ഒരു സീനിയറെ കണ്ട പോലെ വന്നിട്ട് ഇവൻറ്റിൽ വി സ്പോക്ക് ടു ഈച്ച് അതർ. നമ്മൾ സംസാരിച്ചു, വി എക്സ്ചേഞ്ച് അവർ നമ്പേഴ്സ്, പിന്നെ ഫ്രണ്ട്സായി. അതിന് തൊട്ട് ശേഷമാണ് കോവിഡ് സംഭവിക്കുന്നത്. അപ്പോൾ കോവിഡിന് തൊട്ട് മുമ്പ് നമ്മൾ എൻഗേജ്ഡായി. അപ്പോൾ അങ്ങനെ ആ കോവിഡ് ഡിസ്കഷനിലാണ് ഫെമിസേഫ് എന്ന കമ്പനി വാസ് കോൺസെപ്റ്റലൈസ്ഡ്. എങ്ങനെയാണ് ഈ ശരിക്കും അധികമാരും കൈവയ്ക്കാത്തൊരു മേഖലയാണിത്. അപ്പോൾ ഈ ഒരു മേഖലയിൽ ബിസിനസ് തുടങ്ങാൻ ഇറങ്ങിയത് എങ്ങനെയാണ്, അതിൻ്റെ ഒരു സാധ്യത എങ്ങനെയാണ് ശരിക്കും മനസ്സിലാക്കിയത്? നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഓണസ്റ്റ്ലി നമ്മൾ ബിസിനസ് ഭയങ്കര സ്കെയിലബിൾ ആണോ, വി ഡോണ്ട് തിങ്ക് ഓഫ് ഓൾ ദോസ് തിങ്സ്. നമ്മളൊരു പ്രോബ്ലം കണ്ടു, അതിനൊരു സൊല്യൂഷൻ വേണം, അതായിരുന്നു നമ്മുടെ മൈൻഡിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നത്. സോ കോവിഡിൻ്റെ സമയത്ത് ഇതേപോലെ വി വർ എൻഗേജ്ഡ്. അപ്പം നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഫുൾ ടൈം നമ്മൾ ഫോണിലായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു നമ്മൾ ഫസ്റ്റ് പ്രോഡക്റ്റ് മെൻസ്ട്രൽ കപ്പാണ്. അപ്പം നമ്മൾ മെൻസ്ട്രൽ കപ്പ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 7-8 വർഷമായി. ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് ഈ ക്ലീൻ ചെയ്യാൻ വരുന്ന ചേച്ചിമാർ അവർ വേസ്റ്റൊക്കെ എടുക്കുമ്പം അവർ ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രമേ വരുന്നുള്ളൂ, സാധാരണ ഡെയിലി വരുന്നത്. അപ്പോൾ ഈ പാഡും ഇതൊക്കെ ഇങ്ങനെ ഡിസ്പോസ് ചെയ്ത് തന്നെ ഇവർക്ക് ലൈക്ക് വാട്ട് ഐ സോ വാസ് ദേ ഹാഡ് ടു പിക്കപ്പ് ദിസ് യൂസ് സാനിറ്ററി പാഡ് വേസ്റ്റ്. അതായത് ഒരാഴ്ച അവിടെ ചീഞ്ഞ് കിടക്കുന്ന പാഡാണ് ഇവർ വന്ന് എടുക്കുന്നത്. ഞാൻ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഐ വാസ് ലൈക്ക് ഓക്കെ, അറ്റ്ലീസ്റ്റ് ഞാൻ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ലല്ലോ എന്നുള്ളൊരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റാൻഡംലി നസീഫിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ലൈക്ക് ഞാൻ ഇങ്ങനെ ഒരു സൈറ്റ് കണ്ടു, ഈ ചേച്ചിമാർ വന്നിട്ട് യൂസ് ചെയ്ത് പാഡൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് എടുക്കുകയാണ്, ഗ്ലൗസ് പോലും ഇടാണ്ട്. കാണുമ്പോൾ ഭയങ്കര വിഷമമായി. അപ്പോൾ ഹീ ന്യൂ ഐ വാസ് യൂസിങ് മെൻസ്ട്രൽ കപ്സ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ മെൻസ്ട്രൽ കപ്പ് കുറേ നാളായില്ലേ യൂസ് ചെയ്യുന്നത്, ആൻഡ് യു ഓൾവേസ് സ്പീക്ക് സോ ഹൈലി അബൌട്ട് ഇറ്റ്, എന്തുകൊണ്ട് ബാക്കിയുള്ള സ്ത്രീകൾ യൂസ് ചെയ്യുന്നില്ല? നമുക്ക് വേസ്റ്റ് കുറയ്ക്കാൻ പറ്റും, കംഫർട്ടാണ്, കൺവീനിയൻ്റ് ആണ്. അപ്പം മീ ലൈക്ക് ഓക്കെ ശരിയാണല്ലോ, എന്തുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്നില്ല? അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചു മേ ബി ബ്രാൻഡ്സ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്താ പറയുക, ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് നമ്മൾ വിചാരിച്ചത്. നമ്മൾ ചെറിയൊരു സർവേ നടത്തി അമംഗ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ചോദിച്ചു എത്ര പേർക്ക് അതിനെക്കുറിച്ച് അറിയാം, മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച്. ഒരു 50% ആൾക്കാർക്ക് അറിയായിരുന്നു. പിന്നെ നമ്മൾ ചോദിച്ചു എത്ര പേർക്ക് ഒരു ബ്രാൻഡ് അറിയാം ദാറ്റ് ഇസ് ഇൻ ടു ഫീമെയിൽ വെൽനസ് ആൻഡ് ഹൈജീൻ. മെൻസ്ട്രൽ കപ്പ് ബ്രാൻഡ്സ് അല്ല, ഫീമെയിൽ വെൽനസ് ആൻഡ് ഹൈജീൻ.
അത് ചോദിച്ചപ്പം ആകെ എനിക്ക് ഹാർഡ്ലി 2-3 പീപ്പിൾ ന്യൂ ദാറ്റ് ഓക്കെ ഇങ്ങനെ ഒരു ബ്രാൻഡ്സ് ഉണ്ട് എന്നുള്ളത്. അവിടെ വി സോ ഓക്കെ ദർ ഇസ് ബ്രാൻഡ്സ് ഇല്ലാത്തതല്ല, പക്ഷേ ഒരു ലാക്ക് ഓഫ് അവയർനെസ് ഉണ്ട്. റൈറ്റ് ഫോം ഓഫ് എഡ്യൂക്കേഷൻ അവയർനെസ്സും ആൾക്കാർക്ക് കിട്ടുന്നില്ല. അത് നമ്മളൊരു ഗ്യാപ്പായി കണ്ടു. ആൻഡ് ഹീ ഹാസ് ബിസിനസ് DNA ഇൻ ഹിം. ഞാൻ പ്രോഡക്റ്റ് പേഴ്സൺ ആണ്. ഐ നോ A to Z അബൌട്ട് പ്രോഡക്ട്സ്, ഹീ നോസ് A to Z അബൌട്ട് ബിസിനസ്. ഒരു ബിസിനസ് ചെയ്ത് ഫെയിൽ ആയതിൻ്റെ കുറേ ലേണിങ്സും ഉണ്ടല്ലോ. അങ്ങനെ വി വർ ലൈക്ക് ഓക്കെ ലെറ്റ് us വെഞ്ചർ ഇൻ ടു ദിസ്. ഒരു പ്രോബ്ലം ഉണ്ട്, വി ക്യാൻ ഗിവ് എ സൊല്യൂഷൻ. അത് സ്കെയിലബിൾ ആണോ എന്താണെന്ന് നമ്മൾ അന്നേരം ആലോചിച്ചില്ല. വി വർ ലൈക്ക് ഒരു ഇമ്പാക്ട് ഫോർ എ കോസ് വി സ്റ്റാർട്ടഡ്. അങ്ങനെ നമ്മൾ ആദ്യം മെൻസ്ട്രൽ കപ്പ് വെച്ചാണ് തുടങ്ങിയത്. പിന്നെ നമ്മളിങ്ങനെ ഓരോ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ വി ലോഞ്ച്ഡ് എ വൈഡ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ്. അപ്പോൾ ശരിക്കും ഇത് കല്യാണം കഴിഞ്ഞ ഉടനെയാണോ സ്റ്റാർട്ട് ചെയ്തത് അതോ അതിന് മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നോ? എനിക്ക് ഡിസ്കഷനൊക്കെ ഇതിന് മുമ്പായിരിക്കും. നമ്മൾ എൻഗേജ്ഡ് ആയ ശേഷമാണ് ഡിസ്കഷൻ തുടങ്ങിയത്. ആക്ച്വലി നമ്മൾ കല്യാണം പ്ലാൻ ചെയ്യേണ്ട സമയത്ത് മൊത്തം വി ആർ പ്ലാനിങ് ദ സ്റ്റാർട്ടപ്പ്. എന്ത് പേരിടണം, എന്ത് പ്രൊഡക്റ്റ് ഇറക്കണം, എങ്ങനെ ഇതാക്കണം, ഏത് ചാനലിൽ സെല് ചെയ്യണം. അപ്പോൾ ത്രൂ ഔട്ട് നമ്മൾ രാവിലെ ഇരുന്നിട്ട് വൈകുന്നേരം വരെ ഇതായിരുന്നു ഡിസ്കഷൻ. പേരൻസ് വിചാരിച്ച് ഇവരെന്ത് വെഡിങ്ങിനെ കുറിച്ച് പ്ലാൻ ചെയ്യണം. ആക്ച്വലി വി ആർ പ്ലാനിങ് ദ സ്റ്റാർട്ടപ്പ്. അപ്പോൾ ത്രൂ ഔട്ട് നമ്മൾ പ്ലാനിങ് ഫുള്ളും എൻഗേജ്മെൻറ്റ് പീരീഡിലാണ് ചെയ്തത്. കല്യാണം കഴിഞ്ഞു, നമ്മളൊരു 2 weeks ഫാമിലീൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വി കെയിം ടു കൊച്ചി. ഇവിടെ വന്നിട്ട് ഐ തിങ്ക് സെക്കൻഡ് ഓർ തേർഡ് ഡേ വി സ്റ്റാർട്ടഡ്. ആർ ഐഡിയ വാസ് നമ്മൾ കാലിക്കറ്റിൽ തുടങ്ങാൻ പറ്റും എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ബട്ട് വി വർ ലൈക്ക് കൊച്ചി ആകുമ്പോൾ കുറച്ചും കൂടിയും സിറ്റീസ് ഇടുമ്പോൾ മെട്രോ നമുക്ക് കുറച്ചും കൂടി എക്സ്പോജർ ഉണ്ടാവും. പിന്നെ നമുക്ക് പ്രൊഡക്ട്സിന് എന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ വി ഹാവ് പോർട്ട് ഷിപ്പിംഗ് ഒക്കെ ഇവിടെ കുറച്ചും കൂടി ഈസിയാണ്. അങ്ങനെ വാട്ട് വി പ്ലാൻഡ് ഇസ് കല്യാണ സമയത്ത് ഫുൾ ഗ്രൗണ്ട് വർക്ക് ആയിരുന്നു. ആസ് ഹി സെഡ് GST എങ്ങനെ എടുക്കണം ഇതൊക്കെ നമ്മൾ ഫുൾ പ്ലാൻ ചെയ്തു. കല്യാണം കഴിഞ്ഞ് ഒരു 2 weeks കുറച്ച് ഫാമിലിയും കൂടി സ്പെൻഡ് ചെയ്ത് കൊച്ചിയിൽ വന്നു. നമ്മൾ വി സ്റ്റാർട്ടഡ് അപ്പം തന്നെ വെബ്സൈറ്റ് ബിൽഡിങ്, പിന്നെ ഫ്ലിപ്കാർട്ടിൽ ലിസ്റ്റ് ചെയ്യുക, പ്രൊഡക്ട്സ് സോഴ്സ് ചെയ്യുക, ലോഗോ ക്രിയേഷൻ. അതൊക്കെ നമ്മൾ ഫെമിസേഫിൻ്റെ ലോഗോ നമ്മൾ റീസെൻ്റ്ലി ഒരു കുറച്ച് മാസം മുമ്പാണ് അപ്ഡേറ്റഡ് ലോഗോ ആക്കിയത്. അതിന് മുമ്പ് നമ്മൾ തന്നെ സ്വയം ഇരുന്ന് ഈ ഫ്രീ ആപ്സ് ഉണ്ടാവും, അതിൽ തന്നെ നമ്മൾ തന്നെ ഇരുന്ന് ചെയ്ത ലോഗോ ആണ് അതൊക്കെ. സോ അങ്ങനെയാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ശരിക്കും ഈ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജോലി ഉപേക്ഷിച്ച് ബിസിനസ് തുടങ്ങുമ്പോൾ അത് വീട്ടിൽ ഒരു റിസ്ക് ആണെന്ന് പറയാൻ സത്യം പറഞ്ഞാൽ കുറേ നാൾ വീട്ടുകാർക്ക് മനസ്സിലായില്ലായിരുന്നു നമ്മൾ എന്താ ചെയ്യുന്നത്. സോ വീട്ടുകാർ കണ്ണിൽ ഷീ ഹാഡ് റിസൈൻഡ് ഹർ ജോബ്. എനിക്ക് ബിസിനസ് ജോബ് ഉണ്ടെന്നായിരുന്നു അവർ വിചാരിച്ചത്. നമ്മളത് അങ്ങനെ പറഞ്ഞില്ല. നമ്മൾ എക്സാക്ട്ലി പ്ലാൻ എന്താണെന്ന് വേഗമായിട്ട് അറിയായിരുന്നു. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 1-2 മാസം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് നമുക്ക് രണ്ടാൾക്കും ഒരു പണിയും ഇല്ല എന്നുള്ളത്. നമ്മൾ ആക്ച്വലി ഇപ്പം ആലോചിക്കുമ്പോൾ വലിയൊരു റിസ്ക്കാണ് എടുത്തത്. കല്യാണം കഴിഞ്ഞു, ഉള്ള സേവിങ്സൊക്കെ നമ്മൾ കല്യാണത്തിന് സ്പെൻഡ് ചെയ്തു. വി മൈഗ്രേറ്റഡ് ന്യൂ സിറ്റി. ആരും അറിയുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത്. നമ്മൾ കൊച്ചി വന്നപ്പം വി ജസ്റ്റ് ന്യൂ വൺ ഫാമിലി മെമ്പർ ഓഫ് ഹേഴ്സ്. അവർ നമ്മുടെ നെയ്ബറായിരുന്നു. അല്ലാണ്ട് ഒരാളെയും നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പുതിയൊരു സിറ്റിയിൽ വന്നു, സേവിങ്സ് ഇല്ല, പുതിയ ബിസിനസ് തുടങ്ങി. സത്യം പറഞ്ഞാൽ അപ്പോൾ എന്ത് ആലോചിച്ചിട്ടാണ് ചെയ്തതെന്ന് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടുന്നില്ല. മേ ബി ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് ആയിരിക്കാം. പക്ഷെ നമ്മളിവിടെ വന്നു, ബട്ട് ഇവൻച്വലി വി ഫിഗേർഡ് ഔട്ട്. അതാണ് ട്രൂത്ത്. ഇത് ശരിക്കും രണ്ട് സ്റ്റാർട്ടപ്പ് ഒരേ സമയം തുടങ്ങിയതിൻ്റെ ഒരു റിസ്ക് ആണുള്ളത്. അതായത് ഫാമിലി എന്നുള്ളൊരു സ്റ്റാർട്ടപ്പും ഈ ഫെമിസേഫ് എന്നുള്ള സ്റ്റാർട്ടപ്പും. അപ്പോൾ തുടക്കത്തിൽ ഒരു വെഞ്ചർ തുടങ്ങുമ്പോൾ കാശിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഫാമിലി തുടങ്ങുമ്പോൾ അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടുകളായിരിക്കും. അപ്പോൾ രണ്ടും കൂടെ എങ്ങനെ ഒരേ സമയം മാനേജ് ചെയ്യാൻ പറ്റും? എനിക്ക് തോന്നുന്നു കോവിഡ് ആയതുകൊണ്ട് പുറത്തേക്കൊന്നും അധികം ഇറങ്ങാതെ കുറച്ചൊക്കെ ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും അല്ലേ? സ്പെൻഡിങ് കുറവായിരുന്നായിരിക്കും ആ സമയത്ത്. അങ്ങനെയാണോ അതോ ഏത് രീതിയിലാണ് മാനേജ് ചെയ്തത്? പേഴ്സണൽ സ്പെൻഡിങ്സ് നമുക്ക് അത്ര honestly we didn't have that much, right? Personal നമ്മൾ ലൈഫ് സ്റ്റൈൽ ഒരുപാട് ഡൗൺഗ്രേഡ് ചെയ്തു. ആക്ച്വലി സ്റ്റാർട്ടപ്പ് നമുക്ക് അറിയായിരുന്നു, വി വർ പ്രിപ്പയർഡ്. ഇതൊന്ന് കയറുന്നത് വരെ വി ഹാവ് ടു ഡു ലോട്ട് ഓഫ് സാക്രിഫൈസ്. അപ്പോൾ നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ലൈക്ക് എക്സാമ്പിൾ നമ്മൾ ഹണിമൂണിന് പോയിട്ടില്ല. അപ്പോൾ നമ്മളങ്ങനെ കുറേ സാധനങ്ങൾ മാറ്റി വെച്ചു. നമുക്കറിയായിരുന്നു മേ ബി നെക്സ്റ്റ് 2-3 years ഭയങ്കര ഫിനാൻഷ്യലി സ്ട്രെസ്ഫുൾ ആയിരിക്കും. വി വർ വെരി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. പക്ഷെ അതിൻ്റെ കൂടെ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ പേഴ്സണൽ ഫൈനാൻസ് നമുക്ക് ഒരു പരിധി വരെ മാനേജ് ചെയ്യാം. പക്ഷേ കമ്പനി ഗ്രോ ചെയ്യണമെങ്കിൽ എൻഡ് ഓഫ് ദി ഡേ യു നീഡ് മണി, റൈറ്റ്? അവിടെയായിരുന്നു കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. സോ വി വർ നോട്ട് ഏബിൾ ടു, നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷേ സ്റ്റിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് ആദ്യത്തെ 6 മാസം നമുക്ക് എംപ്ലോയീസ് ഉണ്ടായിരുന്നില്ല. നമ്മൾ തന്നെയാണ് എല്ലാം ചെയ്തത്. എന്തൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാം, കസ്റ്റമർ സപ്പോർട്ട് നമ്മളാണ് ചെയ്തത്. സിമിലർലി എനിക്ക് കുറച്ച് കോഡിംഗ് ഒക്കെ അറിയുന്നുണ്ട്. വെബ്സൈറ്റിൻ്റെ മെയിൻ്റെനൻസും മാർക്കറ്റിങ്ങും എല്ലാം ഇരുന്ന് യൂട്യൂബിലിരുന്ന് പഠിച്ച് പാക്കിംഗ് അടക്കം നമ്മളാണ് ഒരു ആദ്യത്തെ 6 മാസം ചെയ്തത്. അപ്പോൾ ഓൺലി വി കുഡ് ഡു ലൈക്ക് പറ്റുന്നത്ര കോസ്റ്റ് ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് ചെയ്യാം. അത് നമ്മൾ ചെയ്തു ഫസ്റ്റ് 6 months. അപ്പോൾ ഈ ഇനിഷ്യൽ ക്യാപിറ്റൽ എങ്ങനെ നമ്മൾ റേസ് ചെയ്യാൻ പറ്റി? അതായത് നിങ്ങളെങ്ങനെ കൊണ്ടുവന്നത്?
ഇനീഷ്യൽ ക്യാപിറ്റൽ ഇല്ലായിരുന്നു ആക്ച്വലി ഓണസ്റ്റ്ലി. ഞാൻ വർക്ക് ചെയ്ത കാലത്ത് എനിക്ക് അത്യാവശ്യം സാലറി ഉള്ളതുകൊണ്ടും മര്യാദയ്ക്ക് ഐ യൂസ് ടു റീപേ മൈ ക്രെഡിറ്റ് കാർഡൊക്കെ ചെയ്തുകൊണ്ട് കുറേ ക്രെഡിറ്റ് കാർഡ്സ് കിട്ടിയിരുന്നു എനിക്ക്. അത്യാവശ്യം നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു 4-5 മാസം ഈ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നമ്മൾ ഇൻവെൻട്രി വാങ്ങിക്കും, എന്നിട്ട് വി പേ ഓഫ്, അടുത്ത ഇൻവെൻട്രി വാങ്ങിക്കും, അതിൻ്റെ സെയിൽ കൊണ്ട് പേ ഓഫ്, അങ്ങനെയാണ് ആദ്യത്തെ 5-6 മാസം നമ്മൾ മാനേജ് ചെയ്ത് പോയത്. പിന്നെ ആദ്യത്തെ 5-6 മാസം കഴിയുമ്പോൾ കുറച്ച് കോൺഫിഡൻസ് വന്നു. വി ടുക്ക് ആൻ ഓഫീസ്, വി ഹാഡ് ഒരു ഫസ്റ്റ് എംപ്ലോയി. അപ്പോൾ കുറച്ച് ധൈര്യം വന്നപ്പം വി ആർ ഹാവിങ് എ കോൺവെർസേഷൻ വിത്ത് നൗറീൻസ് ഡാഡ്. അപ്പം നൗറീൻ്റെ ഡാഡ് പറഞ്ഞു ഐ വിൽ ഇൻവെസ്റ്റ് സം മണി. അങ്ങനെ പുള്ളിയായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഏഞ്ചൽ ഇൻവെസ്റ്റർ. പിന്നെ അത് വെച്ച് മാനേജ് ചെയ്തു ഫോർ സം ടൈം. അതിനുശേഷമാണ് ഫസ്റ്റ് പ്രോപ്പർ ഫണ്ടിങ് നമ്മൾ റേസ് ചെയ്യുന്നത്. അത് എവിടെ നിന്നായിരുന്നു റേസ് ചെയ്തത്? അത് നമ്മൾ സ്പാർക്സ് ഏഞ്ചൽ നെറ്റ്വർക്ക് എന്നായിരുന്നു. അവരായിരുന്നു ഫസ്റ്റ് ആയിട്ടൊരു എന്താ പറയുക നോൺ ഫാമിലി ഫണ്ടിങ് വന്നത് അവിടെ നിന്നായിരുന്നു. നോർമലി എല്ലാ സ്റ്റാർട്ടപ്പുകളിലും പോലെ തുടക്കത്തിൽ ഫാമിലിയിൽ നിന്ന് എടുത്തു, പിന്നെ ഏഞ്ചൽ ഫണ്ടിങ് എടുത്തു. മെൻസ്ട്രൽ ഹൈജീൻ മാർക്കറ്റ് എത്രത്തോളം വലുതാണ്? അതിൻ്റെ എനിക്ക് തോന്നുന്നു അത് ഇപ്പോഴും ഒരു ഇനിഷ്യൽ സ്റ്റേജിലായിരിക്കും. അതിൻ്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ട്? സോ ജസ്റ്റ് ടു ഗിവ് എൻ എക്സാമ്പിൾ, നമ്മളൊരു 10 കൊല്ലം മുമ്പ് എടുക്കുകയാണെങ്കിൽ 1-2 ബ്രാൻഡ്സേ ഉണ്ടായിരുന്നുള്ളൂ ഈ കാറ്റഗറിയിൽ. അതിൻ്റെയും റവന്യൂ ഒക്കെ ചെറിയ സ്കെയിലായിരുന്നു, ഫ്യൂ ലാക്സ് ഒക്കെ ആയിരുന്നു. ഫാസ്റ്റ് ഫോർവേഡ് 10 years ഫ്രം എസ്പെഷ്യലി പോസ്റ്റ് കോവിഡ് പീപ്പിൾ ആർ മോർ വില്ലിംഗ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. ആ പണ്ടത്തെ ഒരു സ്റ്റിഗ്മ കുറേ കൂടി ബ്രേക്ക്, ഇപ്പോഴും ബ്രേക്ക് ആവാനുണ്ട്, ബട്ട് ഇറ്റ്സ് വേ ബെറ്റർ ദാൻ ബിഫോർ. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ വി ഹാവ് couple of 100 crore brands. Now I believe 5 years from now there will be couple of 1,000 crore brands and we want to be one of them. അപ്പോൾ മാർക്കറ്റ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ഗ്രോ ചെയ്യുന്നുള്ളത്. ദ അക്സെപ്റ്റൻസ് ഈസ് മച്ച് ഹയർ നൗ. ഐ തിങ്ക് മാർക്കറ്റ് ഈസ് ഹ്യൂജ്. നമ്മൾ ലൈക്ക് വെൻ വി ടേക്ക് ദ മാർക്കറ്റ് റിസർച്ച്, മാർക്കറ്റ് ഈസ് ഹ്യൂജ്. പക്ഷേ ഈ ഒരു ലാക്ക് ഓഫ് അവയർനെസ് ആണ് അതിനെ ഭയങ്കരമായിട്ട് ലിമിറ്റ് ചെയ്യുന്നത്. ബട്ട് ഇപ്പം ആസ് ഈ സെഡ് ആൾക്കാർ ഓപ്പൺലി അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ കുറേ ആൾക്കാർ എന്താ പറയുക, ബിക്കോസ് വിമൻ എംപവർമെൻറ്റ് ഇസ് ഓൾസോ ബിക്കമിങ് വെരി എന്താ പറയുക, ഇറ്റ്സ് ലൈക്ക് ബിക്കമിങ് വെരി കോമൺ. എല്ലാ സ്ഥലത്തും വിമൻ ആർ മോർ ഇൻ വർക്ക് ഫോഴ്സ്. അപ്പോൾ വിമനായാലും സ്പെൻഡിങ് പവർ കൂടുതലുണ്ട്. സോ ദേ ആർ ഓൾസോ ട്രൈങ് ടു ടേക്ക് കെയർ ഓഫ് ദെയർ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആൻഡ് എവറിത്തിങ്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ലൈക്ക് ഗ്രോയിങ് വെരി ഫാസ്റ്റ്. ദ മാർക്കറ്റ് ഇസ് ഹ്യൂജ്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം വാട്ട് ഐ ഫെൽറ്റ് ഇസ് ലൈക്ക് വിമൻ യൂസ് ടു നോട്ട് കെയർ അബൌട്ട് ഓൾ ദീസ് തിങ്സ്, അവർ ഹൈജീൻ ആയാലും എവറിത്തിങ്. But now they are more conscious about it, and I think COVID played a huge role actually, especially travel ചെയ്യുന്ന സമയത്താണ് സ്ത്രീകൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത്, പീരിയഡ്സ് ആയാലും എന്തായാലും. അപ്പോൾ ആ ഒരു കോവിഡ് കഴിഞ്ഞ സമയത്തേക്ക് റിവെഞ്ച് ട്രാവൽ എന്ന് പറഞ്ഞൊരു തുടങ്ങി, എല്ലാവരും ട്രാവൽ ചെയ്യാൻ തുടങ്ങി. അപ്പം വിമൻ സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഫോർ പ്രോഡക്ട്സ് ലൈക്ക് ദീസ് വിച്ച് കെൻ മേക്ക് ദ ട്രാവൽ മോർ കംഫർട്ടബിൾ. സോ കോവിഡ് റിയലി ഹെൽപ്ഡ്. ശരിക്കും എന്താണ് ഫെമിസേഫ് ഇപ്പോൾ എന്താണ്, അതായത് എന്തൊക്കെ ടൈപ്പ് പ്രോഡക്ട്സ് ആണുള്ളത്, മാർക്കറ്റ് എത്രത്തോളം എക്സ്പാൻഡ് ചെയ്യാൻ പറ്റി നമുക്ക് ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട്? സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് വാസ് വിത്ത് മെൻസ്ട്രൽ കപ്സ് ആൻഡ് സ്റ്റെറിലൈസേഷൻ കപ്പ്. അപ്പോൾ സ്റ്റെറിലൈസേഷൻ കപ്പ് ഓൾസോ വി വർ ദ ഫസ്റ്റ് ഇൻ ഇന്ത്യ ടു ലോഞ്ച് ഇറ്റ്. പക്ഷേ ദ തിങ് ഈസ് മെൻസ്ട്രൽ കപ്പ് നമുക്ക് ഇറ്റ്സ് ലൈക്ക് മോർ ഓഫ് ഒരു വൺസ് ഇൻ, ഇറ്റ് ഈസ് എ വെരി ഇമ്പാക്ട്ഫുൾ പ്രോഡക്റ്റ്, പക്ഷേ വൺസ് ഇൻ ലൈഫ് ടൈം പർച്ചേസ് ആണ്. ആൻഡ് വി ഫെൽറ്റ് ലൈക്ക് വൺ ഇസ് ലൈക്ക് വി നീഡ് പ്രോഡക്ട്സ് വിച്ച് ഹാവ് റിപ്പീറ്റ് പർച്ചേസ്. അതൊന്ന്. പിന്നെ ഇനിയും പ്രോബ്ലംസ് ഉണ്ട് വിച്ച് വിമൻ ഫേസ്. ബിക്കോസ് ഫെമിസേഫിന് ഓരോ പ്രോഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോഴും അത് ചിലപ്പോൾ ഒന്നെങ്കിൽ ഞാൻ ഫേസ് ചെയ്ത് എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫ്സ് എന്തെങ്കിലും പറഞ്ഞ ഇഷ്യൂ ആയിരിക്കാം. സോ അങ്ങനെ വി വർ ലൈക്ക് ഓക്കെ, നമുക്കൊരു പീരിയഡ് ഹൈജീനിൽ മാത്രമല്ല, വി നീഡ് ടു ബിക്കം എ ബ്രാൻഡ് ഫോർ വിമൻ, ഫീമെയിൽ വെൽനെസ് ആൻഡ് ഹൈജീൻ. അതാണ് നമ്മൾ മെയിൻ. സോ വി സ്റ്റാർട്ടഡ് വിത്ത് മെൻസ്ട്രൽ കപ്പ്, സ്റ്റെറിലൈസേഷൻ കപ്പ്. പിന്നെ നമ്മളത് എക്സ്പാൻഡ് ചെയ്തു ഗ്രൂമിങ്ങിലേക്ക്. ഗ്രൂമിങ് ഓൾസോ സെയിം തിങ്. കോവിഡിൻ്റെ സമയത്ത് പാർലറിലും ഇതൊന്നും പോകാൻ പറ്റാത്ത കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു ലേഡീസ്. സോ അങ്ങനെ നമ്മൾ ഫേസ് റേസർ ലോഞ്ച് ചെയ്തു. ഫേസ് റേസർ ലോഞ്ച് ചെയ്ത ശേഷം ബോഡി റേസർ ലോഞ്ച് ചെയ്തു. അങ്ങനെ പിന്നെ ഇൻറ്റിമേറ്റ് വാഷ്, ദെൻ വി ഹാവ് വാട്ടർ ബേസ്ഡ് ലൂബ്രിക്കൻ നമ്മൾ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തു. പീരിയഡ് പാൻറ്റീസ്, വിങ്ഡ് പാൻറ്റി ലൈനേഴ്സ്. സോ പാൻറ്റി ലൈനേഴ്സ് ഈ പ്രോഡക്ട്സ് ഒക്കെ പല പ്രോഡക്ട്സും ഓൾറെഡി മാർക്കറ്റിലുണ്ട്. ബട്ട് വെൻ വി ലോഞ്ച് നമ്മൾ ചെറിയൊരു ട്വിസ്റ്റ് കൊണ്ടുവരും അതിന്. സോ ഈ പാൻറ്റി ലൈനേഴ്സ് ഒക്കെ ഓൾറെഡി മാർക്കറ്റിലുള്ള പ്രോഡക്റ്റാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അതിന് വിങ്സ് ആഡ് ചെയ്തു. പാഡ്സിന് കൊടുക്കുന്ന പോലെ തന്നെ വിങ്സ് ആഡ് ചെയ്തു. സോ അങ്ങനെ നമ്മൾ ലോഞ്ച് ചെയ്യുന്ന ഓരോ പ്രോഡക്ട്സും വിൽ ബി സം ഓഫ് ദി അതർ ഡിഫറൻസ്. ഇപ്പോൾ മെൻസ്ട്രൽ കപ്സ് ആയാലും മുമ്പില്ലാത്തൊരു പ്രൊഡക്റ്റ് അല്ല, ഉണ്ടായിരുന്നു. ബട്ട് വെൻ വി ലോഞ്ച്ഡ് സ്റ്റെറിലൈസർ ഓൾസോ വിത്ത് ഇറ്റ്. ഇപ്പം നമുക്കുള്ളത് 3 കാറ്റഗറീസ് ആണ്: പീരിയഡ് കെയർ, ഗ്രൂമിങ്, ഇൻറ്റിമേറ്റ് കെയർ. വാട്ട് വി ആർ പ്ലാനിങ് നൗ ഇസ് ഈ 3 കാറ്റഗറീസിൽ തന്നെ ഡീപ്പായിട്ട് പോവുക. ഇനി കൂടുതൽ വൈഡായിട്ട് എക്സ്പാൻഡ് ചെയ്യാണ്ട് ഗോ ഡീപ്പർ ആൻഡ് സോൾവ് വിമൻസ് പ്രോബ്ലം വിത്ത് ദീസ് 3 കാറ്റഗറീസ്. ഇതൊരു പ്യുവർ ടെക്നോളജി പ്രോഡക്റ്റ് അല്ല, ഒരു പ്രോഡക്റ്റ് തന്നെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും സെല് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ സംഭവങ്ങൾ നമ്മൾ തന്നെയാണോ ചെയ്യുന്നത്, അതോ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്തിട്ട് നമ്മൾ ബ്രാൻഡ് ചെയ്തിട്ട് ഇറക്കുകയാണോ ചെയ്യുന്നത്?
ഏതൊക്കെ മാർക്കറ്റുകളിലേക്ക് ഇപ്പോൾ കേരളത്തിൽ മാത്രമാണോ അതോ ഔട്ട്സൈഡ് കേരളയും പോകുന്നുണ്ടോ? ദ ഫസ്റ്റ് പാർട്ട് നമ്മളെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ വി വർക്ക് ക്ലോസ്ലി വിത്ത് മാനുഫാക്ചറേഴ്സ്. ഇന്ത്യയിൽ ഒരുപാട് മാനുഫാക്ചറേഴ്സ് ഉണ്ട് ഹു ആർ റിയലി ഗുഡ് അറ്റ് പ്രോഡക്റ്റ്, പക്ഷേ ദേ നോട്ട് ഗുഡ് അറ്റ് ബ്രാൻഡിങ്. ഇപ്പോൾ നമ്മളൊരു മാനുഫാക്ചർ ഉണ്ട്, ആൾ ലാസ്റ്റ് ഒരു 70-80 years ആയിട്ട് മാർക്കറ്റിലുണ്ട്. അവർ പല ജനറേഷൻസ് ആയിട്ട് അവർ പ്രോഡക്റ്റ് വൈസ് അവർ റിയലി ഗുഡ്, പക്ഷെ അവർക്ക് ബ്രാൻഡിങ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ രണ്ട് എക്സ്പെർട്ടൈസാണ്. നമ്മൾ എക്സ്പെർട്ടൈസ് മോർ ഓൺ ഫൈൻഡിങ് ദ റൈറ്റ് പ്രൊഡക്റ്റ് ആൻഡ് ബ്രാൻഡിങ് ഇറ്റ്. അപ്പോൾ അത് മാനുഫാക്ചർ ചെയ്ത് തരാൻ പറ്റിയ ഒരുപാട് ആൾക്കാരുണ്ട്. വി വർക്ക് ക്ലോസ്ലി വിത്ത് ദം. നമ്മൾ എക്സാക്ട് റിക്വയർമെൻറ്റ് പറയും, ഇതാണ് നമുക്ക് വേണ്ടത്, നമ്മൾ പ്രിഫേർഡ് ഇൻഗ്രീഡിയൻസ് ഇതാണ്, അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഇതാണ്. അപ്പോൾ അതനുസരിച്ച് അവരൊരു ഐട്രേഷൻ നമുക്ക് ഉണ്ടാക്കി തരും. മേ ബി ഇറ്റ് ഗോസ് ടു കപ്പിൾ ഓഫ് ഐട്രേഷൻസ്, നമുക്കൊരു പെർഫെക്ഷൻ തോന്നുന്നവരെ ദെൻ വി ഗിവ് ദം എ കോൺട്രാക്ട് ടു മാനുഫാക്ചർ ഇറ്റ്. നമ്മൾ യൂഷ്വലി ആ ഒരു ടേംസിലാണ് വർക്ക് ചെയ്യുന്നത്. ബിക്കോസ് നമ്മളിപ്പം ഐ തിങ്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് മേ ബി ഫ്യൂച്ചറിൽ വി മൈറ്റ്, ബട്ട് ഐ തിങ്ക് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമുക്കിപ്പോൾ വി ഹാവ് 11 to 12 പ്രോഡക്ട്സ്. ഈ 11-12 പ്രോഡക്ട്സും ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് എക്സ്പെർട്ടീസ് ആണുള്ളത്. സോ വാട്ട് വി ഡു ഇസ്, നമുക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റ് മൈൻഡിൽ വന്നാൽ ആസ് യു സെഡ് വി ഫൈൻഡ് ദ മാനുഫാക്ചർ ഫോർ ഇറ്റ്, ആരാണ് ബെസ്റ്റ് ചെയ്തത്. സാമ്പിൾസ് എടുക്കും നമ്മൾ. സാമ്പിൾസ് എടുത്ത് വി ടെസ്റ്റ് ഇറ്റ്. അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 months നമ്മൾ എക്സ്റ്റെൻസീവ് ടെസ്റ്റിംഗ് ഉണ്ടാവും. ഓഫീസിൽ എല്ലാവരും ടെസ്റ്റ് ചെയ്യും. വി ഗിവ് ഇറ്റ് ടു ലോയൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമ്മൾ കൊടുക്കും. നമ്മൾ അവർക്ക് കൊടുത്തിട്ട് പറയും നമ്മൾ പുതിയ പ്രൊഡക്റ്റാണോ ഒന്ന് ടെസ്റ്റ് ചെയ്യുമോ. ദേ ഗിവ് വെരി ഓണസ്റ്റ് റിവ്യൂസ്. അതിനനുസരിച്ച് എന്തെങ്കിലും ഐട്രേഷൻസ് ചെയ്യണമെങ്കിൽ വി ടെൽ ദ മാനുഫാക്ചറർ. പിന്നെ വാട്ട് എവർ ടെസ്റ്റിംഗ് ഇസ് റിക്വയർഡ്, ഇപ്പോൾ മെൻസ്ട്രൽ കപ്പിനായാലും നമ്മൾ വെജൈനൽ ഇറിറ്റേഷൻ ടെസ്റ്റിംഗ് അതൊക്കെ ഉണ്ടാവും, അതൊക്കെ മാനുഫാക്ചറേഴ്സ് നോക്കിക്കോളും. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദേ ഗിവ് us എ പ്രോഡക്റ്റ് അക്കോർഡിംഗ് ടു അവർ സ്പെസിഫിക്കേഷൻസ് along with all the testing and everything. അതൊക്കെ അവർ റെഗുലേഷൻസ് ഒക്കെ അവർ നോക്കിക്കോളും. അതായത് നമ്മുടെ ഈ ഒരു മാർക്കറ്റിലെ പെയിൻ പോയിന്റ് കൃത്യമായി മനസ്സിലാക്കി എക്സാക്ട്ലി അതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതിന് നമ്മളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസും അല്ലെങ്കിൽ ബ്രാൻഡിങ്ങും ഒക്കെ അല്ലേ, അങ്ങനെയാണ്. ഇപ്പോൾ കൂടുതൽ നമ്മൾ മാനുഫാക്ചറിംഗിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനകത്തേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടി വരും. നമ്മുടെ ഫോക്കസ് ഈസ് ടു ബിൽഡ് ദ ബ്രാൻഡ്. നമ്മൾ മിഷൻ ക്ലിയർ ആണ്. മിഷൻ എന്താ വെച്ചെങ്കിൽ ടു മേക്ക് എ വുമൻസ് ലൈഫ് ഈസിയർ. ഇപ്പോൾ നമ്മൾ ഓരോ പുതിയ പ്രൊഡക്റ്റ് ഐഡിയ വരുമ്പോൾ നമ്മൾ ഇത് നമ്മൾ മിഷനായിട്ട് അലൈൻഡ് ആണോ, ഈസ് ദാറ്റ് പ്രൊഡക്റ്റ് മേക്കിംഗ് വുമൻസ് ലൈഫ് ഈസിയർ ആണെങ്കിൽ നമ്മളതിൻ്റെ യൂണിറ്റ് എക്കണോമിക്സും മാർക്കറ്റും ഇതൊക്കെ നോക്കിയിട്ട് വി പ്രൊസീഡ്. അല്ലാന്നുണ്ടെങ്കിൽ വി ഡിസ്കാർഡ്. അതാണ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഓരോ പ്രോഡക്റ്റും പുതുതായിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ഒരു ലോയൽ കസ്റ്റമർ ബേസ് അവിടെ റെഡി ആയിട്ടുണ്ട്. ബിക്കോസ് നമ്മളിപ്പോൾ പാൻറ്റി ലൈനേഴ്സ് ലോഞ്ച് ചെയ്തപ്പം അത് സാധാരണ ലേഡീസ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഡിസ്ചാർജോ അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ഓഫ് പീരിയഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം മെൻസ്ട്രൽ കപ്പ് ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ചില ആൾക്കാർക്ക് ലീക്കേജ് ഉണ്ടാവും. അപ്പം ഇവരെയും നമ്മളത് ടാർഗറ്റ് ചെയ്തു. പാൻറ്റി ലൈൻസ് അങ്ങനത്തെ ആൾക്കാർക്ക് യൂസ് ചെയ്യാം. പിന്നെ പീരിയഡ് പാൻറ്റീസ്, നമുക്കിപ്പം ചില ആൾക്കാർക്ക് മെൻസ്ട്രൽ കപ്പിലേക്ക് മാറാൻ പേടിയുണ്ടാവും, പക്ഷേ പാഡ് ഉപയോഗിച്ച് അവർക്ക് മടുത്തിട്ടുണ്ടാവും. അങ്ങനത്തെ ആൾക്കാർക്കാണ് പീരിയഡ് പാൻറ്റീസ്. സോ വി ട്രൈ അവർ കസ്റ്റമേഴ്സ് ടു കീപ്പ് ഇൻ അവർ ഇക്കോസിസ്റ്റം. മാക്സിമം നമ്മളെ ഇക്കോസിസ്റ്റം തന്നെ നിൽക്കാൻ നമ്മൾ നോക്കും. നസീഫ് നേരത്തെ പറഞ്ഞതുപോലെ നസീഫിൻ്റെ നേരത്തെ ഒരു സംരംഭം തുടങ്ങി പരാജയപ്പെട്ട ആളാണ്. അപ്പോൾ ആ ഒരു ലേണിങ് ഈ ഒരു സംരംഭം ഫെമിസേഫ് എന്നുള്ള സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിൽ എത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അവിടെ നിന്നുള്ള ലേണിങ്സ് എന്തൊക്കെയായിരുന്നു? അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ സ്പീഡായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ, ആ ഒരു ലേണിങ്? ഡെഫിനറ്റ്ലി. ഇങ്ങനെ നമ്മളല്ലേ ഫെയിലിയർ മേക്സ് യു ഹംബിൾ എന്ന് പറയില്ലേ, ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചത് ഫെയിലിയേഴ്സ് എന്നാണ്, കൂടുതൽ സക്സസിനേക്കാളും. ഇറ്റ്സ് ലൈക്ക് ഫെയിലിയർ ബ്രിങ്സ് യു ലോട്ട് ഓഫ് ക്ലാരിറ്റി ഇൻ ദ സെൻസ് നോയിങ് വാട്ട് നോട്ട് ടു ഡു. അപ്പോൾ ഫെമിസേഫ് തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ ഒരു വലിയ ലിസ്റ്റ് ഉണ്ടായിരുന്നു എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഒരു സമയത്ത് അത് എസ്പെഷ്യലി ഒരു കമ്പനി ഏർലി സ്റ്റേജിലാണെങ്കിൽ ഒരു കാരണവശാലും മൾട്ടിപ്പിൾ സാധനങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് അന്ന് ഞാൻ പഠിച്ചൊരു പാടാണ്. കാരണം ഞാൻ ഇവിടെ ബിസിനസ് തുടങ്ങിയിട്ട് ഐ വെൻറ്റ് ഫോർ എ ജോബ്. ലാസ്റ്റ് എനിക്ക് കുറേ നാൾ അവിടെയും ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല, ഇത് നടന്നിട്ടില്ല. ലാസ്റ്റ് ഇത് ഷട്ട് ചെയ്ത ശേഷമാണ് എനിക്ക് അവിടെ ജോബ് ഫോക്കസ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഇത് ഫോക്കസ്, ഡോണ്ട് ഡു മൾട്ടിപ്പിൾ തിങ്സ്. പിന്നെ രണ്ടാമത്തത്, നമ്മൾ ആ ബിസിനസ്സിൽ ഇത് ഏറ്റവും വലിയ മിസ്റ്റേക്ക്, നമ്മൾ ആദ്യം തന്നെ വലിയ സ്കെയിലിലാണ് ഇത് പ്ലാൻ ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറേ എമൗണ്ട് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, നമുക്ക് പ്രോപ്പർ പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ രണ്ടാമത് പഠിച്ചത് സ്റ്റാർട്ട് സ്മോൾ ആൻഡ് ദെൻ സ്കെയിൽ. അതുകൊണ്ട് ഫെമിസേഫ് തുടങ്ങുമ്പോൾ നമ്മൾ ചെറുതായിട്ടാണ് തുടങ്ങി. ഞാനിന്ന് അവരിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മിനിമം ക്യാപിറ്റൽ നമ്മളൊരു 3-4 months റൺ ചെയ്ത് നമുക്ക് കോൺഫിഡൻസ് വന്ന ശേഷമാണ് നമ്മൾ ബാക്കി ക്യാപിറ്റലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്. മൂന്നാമത്തേത് കോംപ്ലിമെൻ്ററി സ്കിൽസ് ഉള്ള ഫൗണ്ടേഴ്സ് വേണം. അന്ന് നമ്മൾ 4-5 ഫൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു. ആരെന്ത് ചെയ്യണം ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല, റോളിലും കാര്യങ്ങളൊക്കെ. എല്ലാവരും എന്തൊക്കെയോ ചെയ്തു, ലാസ്റ്റ് ആരതും വർക്ക് ചെയ്തില്ല. അതുകൊണ്ട് ഫെമിസേഫ് തുടങ്ങുമ്പോഴേ നമ്മൾ തീരുമാനിച്ചതാണ് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഇതായിരിക്കും, എൻ്റെ ഇതായിരിക്കും. നമുക്ക് ക്ലിയർ കട്ട് ബൗണ്ടറീസ് ഉണ്ടായിരുന്നു, അന്നത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറേ കോൺഫ്ലിക്ട്സ് വന്ന് നീയാണിത് ചെയ്യേണ്ടത് ഞാനാണിത് ചെയ്യേണ്ടത് എന്നൊക്കെ പഴയ സ്റ്റാർട്ടപ്പിൽ. അങ്ങനെ
ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതായിരുന്നു. നോയിങ് വാട്ട് നോട്ട് ടു ഡു വാസ് ദ മെയിൻ തിങ്. നൗറിനോടാണ്. നൗറിൻ്റെ നേരത്തെ പറഞ്ഞു ബിസിനസ്, വീട്ടിൽ ബിസിനസ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളല്ല. അപ്പോൾ ആദ്യമായിട്ടൊരു സംരംഭം തുടങ്ങുമ്പോൾ അതും ഹസ്ബൻഡിൻ്റെ കൂടെ തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. ശരിക്കും ഒരു ഹസ്ബൻഡ് വൈഫ് ഡ്യുവോ കോ ഫൗണ്ടേഴ്സ് ആകുമ്പോൾ എന്തൊക്കെയാണ് ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് പഠിച്ചത് എന്തൊക്കെയാണ്? So I was not coming from a business background, but I was sure that I knew the product in and out. അപ്പോൾ അതിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. പിന്നെ ഫെമിസേഫിലായാലും ഹി ഹാൻഡിൽസ് ദി മാർക്കറ്റിംഗ്, ബ്രാൻഡിങ്, ഫൈനാൻസ്. ഐ ഹാൻഡിൽ ഹ്യൂമൻ റിസോഴ്സ്. സോ ഞാൻ HR ആയിട്ട് മഹീന്ദ്രയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന് എക്സ്പീരിയൻസ് ഐ ഹാവ്. സോ HR, പിന്നെ നമ്മൾ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്, R&D, പിന്നെ ഡെയിലി ഓപ്പറേഷൻസ്, കസ്റ്റമർ, അതൊക്കെ ഞാനാണ് നോക്കുന്നത്. സോ ഐ തിങ്ക് വാട്ട് ഐ ഹാവ് ലേൺഡ് ഇസ് ഇനീഷ്യൽ ഡേയ്സിൽ നമ്മൾ ആർ മാരീഡ് ലൈഫ് വാസ് ജസ്റ്റ് സ്റ്റാർട്ടിങ്, ബിസിനസ് വാസ് ഓൾസോ സ്റ്റാർട്ടിങ്. പലപ്പോഴും വി ഫെൽറ്റ് ബോത്ത് ഒരു മിക്സിങ്. അതായത് ചില സമയത്ത് ഇഫ് വി ഹാവ് സം എന്താ പറയുക കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡിസിഷൻ മേക്കിങ്ങിൽ ഇപ്പം മേ ബി നസീഫ് മൈ ടെൽ വൺ ഡിസിഷൻ ഓർ വൺ ഒപ്പീനിയൻ വിച്ച് ഐ എം നോട്ട് ഓക്കെ വിത്ത്. ഐ ഫീൽ സംടൈംസ് വി യൂസ് ടു ടേക്ക് ഇറ്റ് ബാക്ക് ഹോം. സെയിം തിങ് അവിടെ വീട്ടിൽ എന്തെങ്കിലും ഒരു വെദർ ഇറ്റ് ബി ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് കോൺഫ്ലിക്ട്സ് ആയിരുന്നു വരുമ്പോൾ വി യൂസ് ടു ബ്രിങ് ഇറ്റ് ഇൻ വർക്ക്. ബട്ട് ഐ തിങ്ക് ഓവർ ദ പീരീഡ് ഓഫ് ടൈം നമ്മൾ ആ ലൈൻ ഉണ്ടാവുമല്ലോ, ബിസിനസ് ആൻഡ് പേഴ്സണൽ ലൈഫ്, അതിൻ്റെ ലൈൻ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുണ്ട്. ഈവൻ ഐ തിങ്ക് ബിഫോർ വെൻ വി യൂസ് ടു ഗോ ഔട്ട്, ചില സമയത്ത് ഇറ്റ് യൂസ് ടു ബി, അതായത് ഫാമിലി ടൈം ആയാലും ബിസിനസ് ടൈം ആയാലും എവറിത്തിങ് യൂസ് ടു ബി മിക്സ്ഡ്. ഭയങ്കര ഒരു അവിയലുമല്ലായിരുന്നു. ഇപ്പോൾ അത് കുറച്ചും കൂടി നമുക്ക് ക്ലാരിറ്റി ഉണ്ട്. ഐ തിങ്ക് ഇറ്റ് ഇസ് ബിക്കോസ് ഓവർ ദ പീരീഡ് ഓഫ് ടൈം നമ്മളും ഇവോൾവ് ആയി. ആൻഡ് നസീഫ് ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ലൈക്ക് ഇഫ് ദർ ഇസ് എനി വെരി ക്രൂഷ്യൽ ഡിസിഷൻ ടു ബി ടേക്കൻ, വി ബോത്ത് ഡിസ്കസ് ആൻഡ് ടേക്ക് together. We end up coming on the same page. പക്ഷേ ഡേ ടു ഡേ ആണെങ്കിൽ ഹീ ടേക്സ് ദ കോൾ. സെയിം തിങ് ഇൻ മൈ ഡിപ്പാർട്ട്മെൻറ്റ് ഓൾസോ. ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നതാണെങ്കിൽ ഇഫ് ഇറ്റ്സ് മൈ ഡിപ്പാർട്ട്മെൻറ്റ്, ചെറിയ കാര്യങ്ങളാണെങ്കിൽ ഐ ടേക്ക് ദ കോൾ. ഇഫ് ഇറ്റ്സ് സംതിങ് വെരി ക്രൂഷ്യൽ, ഇഫ് എന്താ പറയുക ഭയങ്കര ഇനി ഹ്യൂജ് സ്ട്രാറ്റജീസ് ഇൻവോൾവ്, നമ്മൾ രണ്ടുപേരും കമ്പൈൻഡ് ഡിസിഷനാണ് എടുക്കുക. പക്ഷേ മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ഇറ്റ് വാസ് ഓൾ ഓവർ ദ പ്ലേസ്. സോ ദാറ്റ് ഈസ് വൺ തിങ്. നമ്മൾ കോ ഫൗണ്ടേഴ്സ് ഒന്ന് യു ഹാവ് ടു മേക്ക് ഷുവർ ഇഫ് യുവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എസ്പെഷ്യലി ഡിപ്പാർട്ട്മെൻറ്റ്സ് ക്ലിയർ ആയിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനീഷ്യലി വി യൂസ് ടു ഹാവ് ആർഗ്യുമെൻറ്റ്സ് ബേസ്ഡ് ഓൺ ദാറ്റ്, ഇത് എന്ത് ഡിപ്പാർട്ട്മെൻറ്റില്ല, വൈ യു കമ്മിങ് ആൻഡ് ഡിസൈഡിങ്. പക്ഷേ ഇപ്പം ഐ തിങ്ക് ദർ ഇസ് മച്ച് മോർ ക്ലാരിറ്റി. അതായത് ഓക്കെ ഹി വിൽ ഡിസൈഡ് ബിക്കോസ് വി ഫീൽ ദാറ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വി ഹാവ് ദ കേപ്പബിലിറ്റി ടു ഡിസൈഡ് വാട്ട്സ് ഗുഡ് ഫോർ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്, വാട്ട് വി ആർ ഹാൻഡ്ലിങ്. പിന്നെ ഉള്ളത് വൺ തിങ് ഐ ഹവ് ലേൺഡ് ഇസ് വർക്ക് ലൈഫ് ബാലൻസ് എന്തായാലും പറ്റില്ല. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ബിക്കോസ് നമ്മൾ തന്നെ ഇപ്പം പുറത്ത് പോയി കഴിഞ്ഞാലും വി ഡോണ്ട് ഹാവ് എനിത്തിങ് എൽസ് ടു ടോക്ക് അതർ ദാൻ ഫെമിസേഫ്. ബിക്കോസ് നമ്മൾ 24 hours ഓൾമോസ്റ്റ് വി ആർ ടുഗെദർ. അപ്പം നമ്മൾ എത്ര വർക്ക് ലൈഫ് ബാലൻസ് നോക്കി കഴിഞ്ഞാലും പറ്റില്ല. ബട്ട് ഐ തിങ്ക് വി കൻ ഇൻറ്റഗ്രേറ്റ് ഇറ്റ്. നമുക്ക് ഇപ്പം നമ്മൾ പുറത്ത് എന്തെങ്കിലും ഇവൻറ്റ്സിനൊക്കെ പോവുകയാണെങ്കിൽ, ഫാമിലി ഇവൻറ്റ്സ് ആണെങ്കിൽ വി കൻ ട്രൈ മാക്സിമം നോട്ട് ടു ടോക്ക് അബൌട്ട് വർക്ക്. പക്ഷേ ബാലൻസ് എന്നുള്ളൊരു സംഭവം നമ്മൾ ടു മച്ച് ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഭയങ്കര അത് നമുക്ക് സ്ട്രെസ്സ് കൂട്ടേ ഉള്ളൂ അത്. സോ ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ വാട്ട് എൽസ്, ആൻഡ് ഐ തിങ്ക് റണ്ണിങ് എ ബിസിനസ് വിത്ത് യുവർ ഹസ്ബൻഡ് ഓർ യുവർ സ്പൗസ്, എനിക്ക് തോന്നുന്നു അതിൽ ഒരു ബിസിനസ്സിൻ്റെ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ റിലേഷൻഷിപ്പ് റിസ്ക് കുറവാണ്. ബിക്കോസ് ഇഫ് യു ആർ റണ്ണിങ് എ ബിസിനസ് വിത്ത് യുവർ ഫ്രണ്ട് ഓർ ലെറ്റ്സ് എ ഫാമിലി മെമ്പർ, ഭയങ്കര കോൺഫ്ലിക്റ്റഡ് തോട്ട്സ് ആണെങ്കിൽ ഒരാൾ പെട്ടെന്ന് ഇട്ട് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ദ വിഷൻ ഈസ് വെരി സിമിലർ. നമുക്ക് ഫെമിസേഫിനെ എവിടെ എത്തിക്കണം എന്നുള്ള വിഷൻ ഇസ് സെയിം. രണ്ടുപേരും ഡിഫറെൻറ്റ് പാർട്സ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്, ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വി നോ വാട്ട് യു വാണ്ട് ആൻഡ് ഇറ്റ്സ് ദ സെയിം തിങ്. സോ വി ബോത്ത് വർക്ക് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ഫെമിസേഫ്. സോ എനിക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് റിസ്ക് കുറച്ച് കുറവാണ്. ആൻഡ് ഇറ്റ്സ് നൈസ് ടു work with your spouse. I have never worked with anybody else for business, but I think he has worked with his friends. So നസീഫിനത് കുറച്ചും കൂടി കമ്പയർ ചെയ്ത് പറയാൻ പറ്റും. ഐ ഫൈൻഡ് ഇറ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പം എനിക്ക് കുറേ ഫ്രണ്ട്സിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരോട് ബിസിനസ് ചെയ്തിട്ട് കോൺഫ്ലിക്ട്സ് വരും. ഇപ്പം നമ്മളിപ്പം ചിലപ്പോൾ നമ്മൾ കോൺഫ്ലിക്ട്സ് വരുമ്പോൾ നമ്മൾ ലാംഗ്വേജും ടോണൊക്കെ മാറി കഴിയുമ്പം മറ്റേ ആൾ ഭയങ്കര ഒഫെൻസീവ് ആവും. പക്ഷെ നേരെ വെച്ച് വീട്ടുകാരാണെങ്കിൽ അവർ ഓൾറെഡി നമ്മളെ വൾണറബിൾ സ്റ്റേറ്റിൽ കണ്ട ആൾക്കാരായിരിക്കും. അവർ എന്താ പറയുക പറഞ്ഞാൽ റിസ്ക് കുറവാണ്. നമുക്ക് കുറച്ചും കൂടി വൾണറബിൾ ആവാനും കുറച്ചും കൂടി ഓപ്പൺ ആവാനൊക്കെ കുറച്ചും കൂടി ബെറ്റർ ഐ തിങ്ക് ഇറ്റ്സ് വിത്ത് ഫാമിലി. ഫ്രണ്ട്സിൻ്റെ അടുത്താകുമ്പോൾ ചിലപ്പോൾ നമ്മളെപ്പോഴൊരു സേഫ് ബൗണ്ടറി വെച്ചായിരിക്കും പോകുന്നത്.
ചിലപ്പോൾ അറ്റ് ടൈംസ് ഓഫ് കോൺഫ്ലിക്ട് നമ്മളെ ബൗണ്ടറി ഒക്കെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ അത് റിലേഷൻഷിപ്പിനെ കില്ല് ചെയ്ത് കളയും, ഫ്രണ്ട്ഷിപ്പിനെ. പിന്നെ ഐ തിങ്ക് എമംഗ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ക്രിറ്റിസിസം എടുക്കാനും ചാൻസസ് കുറച്ചും കൂടി കൂടുതലാണ്. അത് ദെൻ ഇപ്പം ഫാമിലി മെമ്പേഴ്സോ ഫ്രണ്ട്സ് ചിലപ്പം ഇഫ് ഹി ഡസ് എനിത്തിങ് വി ക്രിറ്റിസൈസ് ഈച്ച് അതർ എ ലോട്ട്. ഇറ്റ്സ് ലൈക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ ആ എടുത്ത ഡിസിഷൻ റെഡി ആയില്ല, ഇറ്റ് വാസ് നോട്ട് റൈറ്റ്. ബട്ട് ഐ തിങ്ക് ഇഫ് ഇറ്റ്സ് എമംഗ് ഫ്രണ്ട്സ് ഓർ അതർ ടു ഇൻഡിവിജ്വൽസ് മേ ബി ഒഫൻഡ് ആവാനുള്ള ചാൻസസ് കുറച്ചും കൂടിയും കൂടുതലായിരിക്കും ഐ ഫീൽ. അതായത് എനിക്ക് തോന്നുന്നു ഫ്രീ ആയിട്ട് ആർഗ്യൂ ആയിട്ട് argue ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ട് യെസ്.